ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സാഗറേട്ടനെ പുറത്തിറക്കാനായിട്ട് ഇനി കണ്ണേട്ടൻ വിചാരിച്ചാൽ മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കുന്ന മഞ്ജു കമലേശ്വരത്ത് എത്തുന്നു. തുടർന്ന് സാഗറേട്ടൻ ജയിലിലാണെന്നും തോമസ് സാറിൻ്റെ കാറിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തു, അത് സാഗറേട്ടൻ കൊണ്ടുവച്ചതാണെന്നാണ് പോലീസ് പറയുന്നത്. സാഗറേട്ടൻ നിരപരാധിയാണ്, ഇനി കണ്ണേട്ടൻ വിചാരിച്ചാൽ മാത്രമേ സാഗറേട്ടനെ പുറത്തിറക്കാൻ കഴിയൂ എന്നും മഞ്ജു കരഞ്ഞപേക്ഷിക്കുമ്പോൾ, നിന്റെ തലയിൽ കൈവച്ചു പറഞ്ഞതല്ലേ മഞ്ജു, അവൻ നിന്നെ ചതിക്കുമെന്ന് മഹിയും. അവനെപ്പോലെ ഒരുത്തിനെ പുറത്തിറക്കാനായിട്ട് ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് കഴിയില്ല. നീ അവനെ ഉപേക്ഷിച്ച് വന്നു കഴിഞ്ഞ് നിന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനും മഞ്ജുവിനെ കൈയൊഴിയുന്നുണ്ട്. തുടർന്ന് നീ മേഘനെ ഉപേക്ഷിച്ച് പോയതിൻ്റെയാണ് നീ അനുഭവിക്കുന്നത് എന്നെല്ലാം ദുർഗ പറയുമ്പോൾ, ആ അസുരനാണ് സാഗരേട്ടനെ കുടുക്കിയത്. സാഗരേട്ടൻ ജയിലിൽ പോയാലും എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ പോലും ഞാൻ ഇനി പടി ചവിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തകർന്ന മനസ്സോടെ മഞ്ജു കമലേശ്വരത്ത് നിന്നും ഇറങ്ങിപ്പോകുന്നു. പിന്നീട് തോമസ് സാറ് പോലും സാഗർ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ സാഗറിനെതിരെ തെളിവുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ ഇടപെടാത്തത് എന്ന് മാർക്കോയും, ഇതിനെല്ലാം പിന്നിൽ മേഘൻ തന്നെ ആണെന്ന് അനന്തവും ആവുന്നതും കണ്ണനോട് പറയുന്നുണ്ടെങ്കിലും സാഗറിൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് കരുതാൻ എനിക്ക് കഴിയില്ല. പിന്നെ പോലീസ് അന്വേഷണം നടക്കുകയല്ലേ, അവർ സത്യം കണ്ടെത്തട്ടെ. മേഘൻ ക്രൂക്കഡാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൾ എന്തിനു സാഗറിൻ്റെ പിന്നാലെ പോയി? എൻ്റെ അടുത്തേക്ക് വന്നാൽ മതിയായിരുന്നില്ലേ അവൾക്ക്? സാഗറിനെ വിശ്വസിക്കുന്ന അവളെ അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് തന്നെ തീർത്ത് പറയുന്നുണ്ട് കണ്ണൻ. തുടർന്ന് ഈ കേസിലെ പ്രതി സാഗറായാലും ശരി മേഘനായാലും ശരി, അവർക്ക് കൊടുക്കാനുള്ള ശിക്ഷ ഞാൻ കൊടുക്കുമെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. മനഃപൂർവ്വം ആരോ സാഗറിൻ്റെ കാറിൽ കഞ്ചാവ് കൊണ്ടുവച്ച് അവനെ കുടുക്കിയതാണ്, അത് മേഘൻ തന്നെ ആയിരിക്കുമെന്ന് അനന്തു വീണ്ടും പറയുമ്പോൾ, മേഘൻ വിലക്കെടുത്ത് സാഗർ എന്തായാലും കഞ്ചാവ് ബീഡി വലിക്കാൻ സാധ്യതയുണ്ട്, അവനെ രക്ഷിക്കാൻ എന്തായാലും ഞാനില്ല എന്ന് തന്നെ വീണ്ടും കണ്ണൻ ആവർത്തിച്ച് പറയുന്നു. പിന്നീട് മഞ്ജുവിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് മാർക്കോയോട് പറയുന്നുണ്ട് കേട്ടോ അനന്തു. പിന്നീട് കരുണയുടെ കുഞ്ഞ് നഷ്ടമായി എന്നും ഇനി ആ കുഞ്ഞിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല, അമ്മയുടെയെങ്കിലും ജീവൻ രക്ഷിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. ആ കുട്ടി വെന്റിലേറ്ററിലാണ്, ഫുഡിൽ നിന്നാണോ ഇങ്ങനെ വന്നത് എന്ന് അറിയാനായിട്ട് സാമ്പിളുകൾ വിദഗ്ധമായിട്ടുള്ള പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കിഡ്നിയെയും ഹാർട്ടിനെയും കരളിനെയും ഒക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഡോക്ടർ പറയുന്നത് കേട്ട് തകർന്നു പോകുന്നുണ്ട് പ്രതാപനും ഉണ്ണിയും. ശേഷം സ്വന്തം ചേച്ചിയെ ജയിക്കാനായിട്ട് കരുണയ്ക്ക് ഏറ്റവും വലിയ ആയുധം ആ കുഞ്ഞായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. മോൾക്കം ബോധം വന്നു കഴിഞ്ഞാൽ കുഞ്ഞ് നഷ്ടമായ വിവരം എങ്ങനെ അറിയിക്കുമെന്ന് ആലോചിച്ച് വിഷമിക്കുകയാണ് പ്രതാപൻ. ഇനി അവർക്ക് പകരം കരുണയായിരിക്കുമോ ആ പായസം കുടിച്ചത് എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ, അതെങ്ങനെയാ മോനെ, കരുണമോളും അമ്മയും ചേർന്നല്ലേ എല്ലാം ചെയ്തത്, ഞാൻ എന്തായാലും അമ്മയൊന്ന് ചെന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ ഹോസ്പിറ്റലിലെത്തി പ്രതാപൻ പോകുന്നു. പിന്നീട് അനന്തവും മാർക്കോയും കൂടിയിട്ട് സാഗറിനെ ജാമ്യത്തിലെടുക്കാനായിട്ട് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. സാഗർ നിരപരാധിയാണെന്നും മേഘനാണ് ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് എന്നെല്ലാം അനന്തവും മാർക്കോയും കൂടി വീണ്ടും എസ്ഐ ബോധ്യപ്പെടുത്തുന്നു. തുടർന്ന് കഞ്ചാവിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം അനുവദിക്കാമെന്നും, പക്ഷേ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ സാഗർ നിരപരാധിയാണ് എന്ന് നിങ്ങൾ തെളിയിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവൻ ജയിലിലേക്ക് പോകുമെന്നും എസ്ഐ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് വിഷമിച്ചിരിക്കുന്ന മഞ്ജുവിൻ്റെ അടുത്തെത്തുന്ന കണ്ണൻ, താൻ എന്താണോ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് വേറൊന്നുമല്ല കണ്ണേട്ട, മഞ്ജുവിനെ കുറിച്ച് തന്നെയാണ്. ആ സാഗർ എങ്ങാനും ജയിലിൽ പോയാൽ മഞ്ജു എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നാണ് എൻ്റെ പേടി എന്ന് മഹി പറയുമ്പോൾ, അതാലോചിച്ച് എനിക്കും വേവലാതിയുണ്ട് മഹി. എന്തായാലും മാർക്കോയും അനന്തവും മഞ്ജുവിൻ്റെ കൂടെ തന്നെയുണ്ട്, അവൾക്ക് ധൈര്യം കൊടുക്കാനും പിന്നെ അവളെ ആശ്വസിപ്പിക്കാനും. കഞ്ചാവിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടുമെന്നാണ് അനന്ത് പറഞ്ഞത്. പിന്നെ മേഘനാണ് ഇതിൻ്റെ പുറകിലെങ്കിൽ അവനുള്ളതെല്ലാം മാർക്കോ കൊടുത്തോളും, അതുകൊണ്ട് താൻ വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. പിന്നീട് സാഗർ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു. ശേഷം നീ ഇനിയെങ്കിലും പറ സാഗർ, നിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് മാർക്കോയും, നിന്നെ ഇപ്പോഴും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് കണ്ണൻ ഈ കേസിൽ ഇടപെടാത്തത്, നിന്നെ ഉപേക്ഷിച്ച് ചെല്ലുന്ന മഞ്ജുവിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് അവൻ പറയുന്നത് എന്നെല്ലാം അനന്തവും പറയുമ്പോൾ, മഞ്ജുവിനെ വിവാഹം കഴിച്ചതിന് ശേഷം മനസ്സുകൊണ്ട് പോലും തെറ്റ് ചെയ്യണം എന്നെനിക്ക് തോന്നിയിട്ടില്ല. ഇതാ മേഘൻ എന്നെയും മഞ്ജുവിനെയും തമ്മിൽ വേർപിരിക്കാൻ മനഃപൂർവ്വം ചെയ്തതാണ് എന്നെല്ലാം സാഗര വീണ്ടും ആണയിട്ട് പറയുമ്പോൾ, എങ്കിൽ അവനെ പൂട്ടാനുള്ള എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് വീണ് കിട്ടാതിരിക്കില്ല. നീ എന്തായാലും വീട്ടിലേക്ക് ചെല്ല്, നിന്നെ കാണുമ്പോൾ മഞ്ജുവിന് ആശ്വാസമാകും എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തവും മാർക്കോയും. അങ്ങനെ സാഗർ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു.
തുടർന്ന് അനന്തു സാറാണ് എനിക്ക് ജാമ്യം എടുത്തു തന്നത്, മേഘനാണ് ഇതിൻ്റെ പിന്നിലെന്ന് കോടതിയിൽ തെളിയിക്കാൻ കഴിയുമെന്നാണ് അനന്ത് സാറ് പറഞ്ഞത്. പിന്നെ പേടിക്കാനൊന്നുമില്ല എന്ന് ഇല്ല മഞ്ജു എന്നെല്ലാം സാഗർ പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല സാഗരേട്ട, അവൻ നമ്മളെ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ അനുവദിക്കില്ല. ഈ കേസിൽ നിന്നും സാഗരേട്ടൻ രക്ഷപ്പെട്ടാലും മറ്റേതെങ്കിലും വഴിയിലൂടെ അവൻ നമ്മളെ വേർപിരിക്കാൻ നോക്കും. അനന്തുവേട്ടനും മാർക്കോയ്ക്കും എല്ലാ കാലവും നമ്മളെ രക്ഷയ്ക്ക് എത്താൻ കഴിയൂ. കണ്ണേട്ടനും ഏട്ടത്തിയും സാഗരേട്ടൻ നല്ലവനാണെന്ന് വിശ്വസിക്കാനായിട്ട് ഇപ്പോഴും തയ്യാറായിട്ടില്ല. അങ്ങനെ ആരോരും ഇല്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും സാഗരേട്ട എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ് മഞ്ജു. പിന്നീട് സാഗർ ജാമ്യത്തിൽ ഇറങ്ങിയെന്ന് മനസ്സിലാക്കുന്ന ദുർഗ കണ്ണനോട് ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞിട്ടല്ലേ അനന്തു അവനെ ജാമ്യത്തിലെടുത്തത്, നീ ഇനി ഇവളുടെ വാക്ക് കേട്ട് ആ സാഗറിനെ വെള്ള പൂശി മഞ്ജുവിനെയും അവനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരാനാണ് ഉദ്ദേശമെങ്കിൽ കണ്ണ അത് നിന്റെ നാശത്തിലേ കലാശിക്കൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതുവരെ സാഗറിനോടൊപ്പം പോയ മഞ്ജുവിനെ ന്യായീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സാഗറിനെ ജാമ്യത്തിലെടുക്കാൻ ഒരു സഹായവും ചെയ്തു കൊടുത്തിട്ടില്ല. പിന്നെ അനന്തു അവൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് സാഗറിനെ ജാമ്യത്തിലിറക്കിയത്. സാഗറിൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവരെ ഈ വീടിനകത്ത് വിളിച്ച് ഞങ്ങൾ വിരുന്നു നൽകിയേനെ എന്ന് ചുട്ട മറുപടി തന്നെ ദുർഗയ്ക്ക് കൊടുക്കുന്നുണ്ട് കണ്ണൻ. പിന്നീട് പ്രതാപൻ വീട്ടിലെത്തുന്നു. പ്രതാപനെ കാണുന്നതും എന്താടാ പ്രതാപ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്, നമ്മുടെ മോൾക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ മരവിച്ചതുപോലെ നിൽക്കുകയാണ് പ്രതാപൻ. തുടർന്ന് മനുഷ്യനെ ആദ്യം കയറ്റാതെ ഒന്ന് പറയടാ പ്രതാപ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പ്രതാപിൻ്റെ ഡ്രസ്സിൻ്റെ കോളറിലെല്ലാം പിടിക്കുന്നുണ്ട്. അപ്പോൾ പോയി എന്ന് മാത്രം പ്രതാപൻ പറയുന്നതും അലറി നിലവിളിച്ച് കരയാണ് മുത്തശ്ശി സമനില തെറ്റിയതുപോലെ. മോഹിനിയും അവിടെ നിന്ന് നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. ഞാനിത് എങ്ങനെ സഹിക്കും ദൈവമേ, എനിക്കിനി ജീവിക്കണ്ട എൻ്റെ മോള് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പൊട്ടിക്കരയുമ്പോൾ അമ്മ കരുണമോൾ ഇപ്പോഴും ഹോസ്പിറ്റൽ ICUവിലെ വെൻറ്റിലേറ്ററിലാണ്. മോളുടെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ പേരക്കുട്ടിയെയാണ് നമുക്ക് നഷ്ടമായത് എന്നും പ്രതാപൻ വീണ്ടും പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് മുത്തശ്ശിയും മോഹിനിയും. ശേഷം കുഞ്ഞിനെ നഷ്ടമായി, ഇപ്പോൾ കരുണമോളുടെ ജീവനെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഡോക്ടർമാർ. മോളുടെ കിഡ്നിയും ലിവറും ഹാർട്ടും എല്ലാം തകരാറിലായി എന്നുള്ള കാര്യങ്ങളും പ്രതാപൻ അവരോടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മോഹിനിക്കാണെങ്കിൽ ഇത് കേട്ട് സഹിക്കാൻ കഴിയുന്നില്ല, ശരിക്കും നിയന്ത്രണം വിട്ട് പോകുന്നുണ്ട് മോഹിനിയുടെ. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാവരും ചേർന്ന് ലക്ഷ്മി മോളെ കുത്തി നോവിക്കാൻ നോക്കിയതിൻ്റെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അമ്മയാകാൻ ഭാഗ്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്ര തവണ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കുത്തി നോവിച്ചു. സ്വന്തം ചേച്ചിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം കരുണമോളുടെ ഉള്ളിൽ വിഷം കുത്തിവെക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. അതിന് ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, മോളോട് തെറ്റ് ചെയ്യുന്നവർക്കൊക്കെ അതിനുള്ള തിരിച്ചടി എന്നായാലും ദൈവം കൊടുക്കുമെന്ന്. അതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് മോഹിനി പോയതിന് ശേഷം അമ്മ അന്ന് പായസത്തിൽ വിഷം ചേർക്കുന്ന സമയത്ത് അമ്മയ്ക്കോ കരുണമോൾക്കോ അബദ്ധം എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പ്രതാപ, ഞങ്ങളല്ലേ അന്ന് ആ പായസത്തിൽ വിഷം ചേർത്തത്, എന്തായാലും നമുക്ക് തന്നെയാണല്ലോ പ്രതാപ തിരിച്ചടി കിട്ടിയത്, എൻ്റെ മോൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് കരയാണ് കേട്ടോ മുത്തശ്ശി വീണ്ടും. പിന്നീട് കരുണയുടെ ബ്ലഡ് സാമ്പിളിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അതിൽ നിന്നും മാരകമായിട്ടുള്ള വിഷം കരുണയുടെ ശരീരത്തിൽ ചെന്നിട്ടുണ്ട് എന്നും ചില ലാടവൈദ്യന്മാരെ പോലുള്ളവരാണ് ഇത്തരം വിഷം മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത് എന്നും ഡോക്ടർ പറയുമ്പോൾ അത് കേട്ട് ഷോക്കാവുന്നുണ്ട് പ്രതാപനും ഉണ്ണിക്കും മുത്തശ്ശിക്കുമൊക്കെ. അപ്പോൾ അന്ന് വിഷപ്പായസത്തിൽ അവരാണല്ലോ ഈ മരുന്ന് ചേർത്തിരുന്നത്, അത് കരുണയാണ് അത് കുടിച്ചിരുന്നത് എന്നുള്ള ഒരു കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും അവർക്ക് പിടികിട്ടുന്നില്ല. പിന്നീട് സ്വന്തം കുഞ്ഞ് പോയ കാര്യം ഉണ്ണി ദുർഗയും അറിയിക്കുന്നുണ്ട്. അത് കേട്ട് ദുർഗയും അവിടെ ഇരുന്ന് അലറി വിളിച്ച് കരയാണ്. അപ്പോൾ ദുർഗയുടെ നിലവിളി കേട്ട് മഹിയും കണ്ണനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ അമ്മയെന്ന് രണ്ടുപേരും ചോദിക്കുമ്പോൾ നീ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയാണ് ഉണ്ണി ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞത്. കരുണമോൾക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടമായി എന്ന് കരഞ്ഞുകൊണ്ട് ദുർഗ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിയും കണ്ണനും. പിന്നീട് ഹോസ്പിറ്റലുകാർ പ്രതാപനോട് പറയുന്നുണ്ട്, കരുണയുടെ ശരീരത്തിൽ ചെന്നിരിക്കുന്നത് ഒരു വിഷമായതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് പോലീസിനെ വിവരം അറിയിക്കാതെ നിവർത്തിയില്ല എന്നെല്ലാം പറയുമ്പോൾ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല എന്ന് പ്രതാപൻ പറയുന്നുണ്ടെങ്കിലും ഇതൊരു അസ്വാഭാവികമായിട്ടുള്ള കേസാണെന്നും പോലീസ് വിവരം അറിയിച്ചില്ലെങ്കിൽ അത് ഞങ്ങളുടെ ക്രെഡിബിലിറ്റി തന്നെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോലീസിനെ ഇൻഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ പോലീസിന് അവരുടെ അന്വേഷണത്തിൽ നിന്ന് തന്നെ ആ ലാടവൈദ്യനെ അവർ കൈയോടെ പൊക്കുന്നുണ്ട്. അപ്പോൾ അയാളാണെങ്കിൽ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു.
അങ്ങനെ ആ ലാടവൈദ്യൻ്റെ മൊഴിയിൽ നിന്നും പ്രതാപനെ പോലീസ് കൈയോടെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. മുത്തശ്ശി പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരെ മാപ്പുസാക്ഷിയാക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അന്ന് മോഹിനിയുടെ പിറന്നാൾ ദിവസം പായസത്തിൽ വിഷം ചേർത്ത് പ്രതാപനും കരുണയും മുത്തശ്ശിയും ചേർന്ന് അവരെ കൊല്ലാൻ നോക്കിയതായിരുന്നു എന്നുള്ളൊരു വിവരം അങ്ങനെ അവരുടെ കാതിൽ അവരും അറിയുന്നുണ്ട്, കണ്ണനെ മഹാലക്ഷ്മി അറിയുന്നുണ്ട്. അപ്പോൾ അത് അവർക്കുള്ള ഒരു കെണിയായിരുന്നു എന്നും കരുണയാണ് അതിൽ പെട്ടത് എന്നുള്ള കാര്യങ്ങളും ആ ഒരു സത്യങ്ങളും അവർ തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും കരുണയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തത്തിന് പുറമേ പ്രതാപനും മുത്തശ്ശിക്കും അവരെ ഞെട്ടിക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഈ ഒരു കാര്യത്തിലൂടെ അവർ ചെയ്യാൻ നോക്കിയ ഒരു കാര്യം അവർക്ക് തന്നെയാണ് തിരിച്ചടി ആയിരിക്കുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്